മറിയ പറഞ്ഞൊരു വാചകം കേട്ടോ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ. അപ്പൊ അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നടന്നാൻ പറ്റുകയല്ല. സ്വതന്ത്രമൊക്കെ പോയി. ഈ അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കണമെങ്കിൽ നമുക്ക് തോന്നുന്നത് പോലെ നടന്ന ശക്തി വ്യാപരിക്കുകയല്ല. അവന്റെ മറവിൽ വസിക്കണം. അവന്റെ ഇഷ്ടത്തിന് അവന്റെ ഇഷ്ടത്തിന് പണ്ടാരോട് പറഞ്ഞ പോലെ തന്നിഷ്ടം പൊന്നിഷ്ടം, ദൈവേഷ്ടം വിമ്മിഷ്ടം. മനസ്സിലായില്ല? തന്നിഷ്ടം പൊന്നിഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്താ. പക്ഷെ ദൈവത്തിന്റെ ഒരു ഇഷ്ടം പറഞ്ഞാൽ നമുക്ക് അപ്പം തുടങ്ങും വിമ്മിഷ്ടം. എന്നിട്ട് കാര്യം നടക്കണോ തന്നെ നടക്കുമോ? അത് എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കുമാണ് നമ്മൾ ചെയ്യുന്നത് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളോട് പറഞ്ഞാൽ, ഇപ്പൊ സ്വതന്ത്രം പറഞ്ഞ പോലെ പോയാണ്. അതുപോലെ നമ്മുടെ വിടത്തില്ല. നമ്മുടെ ആഗ്രഹം എന്താണ്? നല്ല കാർ വാങ്ങണം, നല്ല വീട് വാങ്ങണം, 2 പിള്ളേരുണ്ട്, സമയത്ത് കെട്ടിക്കണം, നല്ല കുടുംബത്തിലായിരിക്കണം, ഇവിടത്തേക്കാൾ വരുമാനം അവിടെ ഉണ്ടായിരിക്കണം. അതാണ്. ഒരിക്കലും അവന്റെ നിലവിൽ കഴിയരുത്, എന്റെ മോടെ നിലവിൽ കഴിയണം, അല്ലെ എന്റെ മോന്റെ നിലവിൽ കഴിയുന്നതായിരിക്കണം. പറ, നിങ്ങൾ വിടുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ. ഇതെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൂത് കേൾക്കുമ്പോൾ വഴി ദൈവദാസന്മാർ ഇവിടെ നിന്ന് നിന്റെ സകല ആഗ്രഹവും നിർവഹിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത എന്താ? ഇതെല്ലാമാണ്. വ്യത്യസ്തമായ ആഗ്രഹത്തിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ അവരുടെ ആഗ്രഹം ചിന്തിക്കും. ദൂത് അവരവരെ ഏറ്റെടുക്കും. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം പറയുമ്പോൾ സ്വോത്രവും പോയി, കയ്യടിയും പോയി, എല്ലാം പോയി. ഇതിനാണ് തന്നിഷ്ടം പൊന്നിഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ദൈവേഷ്ടം വിമ്മിഷ്ടം എന്ന് പറഞ്ഞ കാര്യം അതാ. നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളിൽ കിടക്കുമ്പോ ഈ കാര്യം പറയുമ്പോ നിന്റെ ആഗ്രഹം നിവർത്തിക്കും എന്ന് പറയുമ്പോൾ സന്തോഷം. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഒരു ശ്വാസം കൊണ്ടത്. അത് ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി നീ നിന്നാൽ, ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി നീ സമർപ്പിച്ചാൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളില്ലേ അത് നീ അവരോട് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. തക്ക സമയത്ത് നീ പ്രതീക്ഷിക്കാത്ത വഴി തുറന്നു വരും. തക്ക സമയത്ത് നീ പ്രതീക്ഷിക്കാത്തത് അവന്റെ കരുതൽ വെളിപ്പെട്ട് വരും.